താമരശ്ശേരി ഇരിങ്ങാലക്കുഴയിലെ ഷിബിലയെ ഭർത്താവ് യാസർ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് നോമ്പു തുറക്കുന്ന സമയത്ത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ നടന്ന ഈ സംഭവം ലഹരിയുടെ കരാളഹസ്തം ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഭീകരമായ ഉദാഹരണമായി മാറുകയാണ്. 3 വയസ്സുകാരിയായ മകൾ ഇഷ്വ എറിന്റെ മുന്നിൽ വെച്ചാണ് യാസർ ഈ ഹീനകൃത്യം ചെയ്തത് എന്നത് ഈ ഒരു ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം യാസർ ഷിബിലയുടെ മാതാപിതാക്കളെയും ആക്രമിച്ചു. ഷിബിലയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട യാസറിനെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നാണ് യാസർ പോലീസിന്റെ പിടിയിലായത്. ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ, മാതാവ് ഹസീന എന്നിവരും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താമരശ്ശേരി പോലീസ് നൽകിയ വിവരത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് അർദ്ധരാത്രിയോടെ യാസറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ യാസർ ഭാര്യ മരിച്ച കാഷ്വാലിറ്റി വാർഡിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട മാരുതി ആൾട്ടോ കാറിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PK ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജ് പോലീസ് ഷിബിലയുടെ ബന്ധുക്കളെയും പുതുപ്പാടി സ്വദേശികളെയും വിവരമറിയിച്ച് യാസറിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് യാസറിനെ താമരശ്ശേരി പോലീസിന് കൈമാറി. കൊലപാതക കേസിൽ താമരശ്ശേരി SHO A സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നത്.